അഞ്ചാം വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. आज हम സങ്കീർത്തനം लोग 50-5. भजन संगीता 50 का 5 पढ़कर हम लोग शुरू करेंगे। യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. बलि करके आ, मेरे भक्तों को मेरे पास इकट्ठा करो, जिन्होंने बलिदान चढ़ाकर मुझसे वाचा बांधी है। ഇതൊരു കർത്താവിന്റെ ഒരു കൽപ്പനയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കൂടി വരുമ്പോൾ അതിനു മുൻപേ ഒരു ഉടമ്പടി കർത്താവ് ചെയ്തത്, അതിന്റെ ആ യാഗം കഴിച്ച് അവനോട് ഉടമ്പടി ചെയ്തവരായ ജനത്തിന് മാത്രമേ ദൈവസന്നിധിയിലേക്ക് ഒരുമിച്ച് കൂടാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും ഉള്ളൂ. ये प्रभु का एक आज्ञा है जो अपने लोगों के ऊपर प्रभु चढ़ाना चाहता है, जिसका खासियत इस विषय पर है कि जो लोगों ने प्रभु की उपस्थिति में बलिदान चढ़ाकर आए हैं, वही लोग ही ये वाचा का बांधने में जुड़ जाते हैं। तो ये वाचा उन्हीं के साथ बांधा जाता है जो ये बलिदान किया है, जिसकी वजह से वही लोग हैं, जिसको वाचा मिल चुका है, वही लोग एकत्र हो सकते हैं। അപ്പോൾ ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോൾ ഒരു യാഗത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് ദൈവത്തിന്റെ വചനത്തിലൂടെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. परमेश्वर का वचन ये स्पष्ट बात को बताता है कि बलि जो है बहुत ही मूल्यवान बात है, जो नए नियम हो या पुराना नियम हो, बलि चढ़ाना बोला तो बहुत मूल्यवान बात है। അപ്പൊ അതിന്റെ ആ, 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. वाक्य 4 में हम पढ़ते हैं। അവിടെ വായിക്കുന്നത്, തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. तो अपने प्रजा को न्याय करने के लिए ऊपर से आकाश को और पृथ्वी को भी पुकारेगा। ഇത് സാധാരണയായിട്ട് ലോക മനുഷ്യനെ ന്യായം വിധിക്കാനായിട്ട് ദൈവം സാക്ഷിയായി ആകാശത്തെയും ഭൂമിയെയും വിളിക്കും എന്നുള്ളതിനെ എന്ന അർത്ഥത്തിൽ സംസാരിക്കാറുണ്ട്. इस वाक्य को पढ़कर लोग साधारण रीति से ऐसा व्याख्या करते हैं या अर्थ बताते हैं कि जब परमेश्वर पापियों का न्याय करते समय में, उस समय में गवाही के रूप में परमेश्वर आकाश और पृथ्वी को अपने पास बुलाएगा करके ऐसा एक अर्थ निकालते हैं। എന്നാൽ ഇവിടെ നമ്മള് അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് അതിന്റെ 4-ാം വാക്യം, തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന്. അപ്പോൾ ദൈവസന്നിധിയിൽ കൂടി വരുന്നവരുടെ ന്യായവിധി കഴിഞ്ഞതിന് ആകാശവും ഭൂമിയും ദൈവം സാക്ഷിയായി നിർത്തിയ ഒരു സത്യമാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. परंतु यहाँ पर 4 और 5 पढ़ते समय में वहां पर एक में अपनी प्रजा करके बोला गया है और वाक्य 5 में मेरा भक्तों को बोला गया है। तो ये उन लोगों के विषय में बोला है जिसके ऊपर परमेश्वर ने मृत्यु का या नरक का दंड की आज्ञा से जो बचकर बाहर आ चुके हैं, उन लोगों के विषय में ये है। ये लोग उन लोगों को प्रभु आकाश और पृथ्वी को गवाही के रूप में बुला रहा है। അപ്പോൾ ഇവിടെ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് കർത്തൃമേശ സ്ഥാപിക്കുമ്പോൾ താൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുൻപേ കർത്താവ് ഒരു ഉടമ്പടി ആ, ചെയ്യുന്നുണ്ട്. ഇത് എന്റെ ശരീരം വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങളുടെ പാപത്തിനു വേണ്ടി എന്റെ ശരീരം തകരുന്നത്. പിന്നീട് കർത്താവിന് പാനപാത്രം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ചൊരിയുന്ന രക്തം. ഇത് ഒരു പുതിയ നിയമം, ഒരു പുതിയ ഉടമ്പടി ഞാൻ ചെയ്യുന്നു എന്നാണ് കർത്താവ് കർത്തൃമേശ സ്ഥാപിച്ചപ്പോൾ പറഞ്ഞത്. तो ये वहां पर वाचा बांधा जा रहा है। वाक्य 5 में पढ़ते समय में प्रभु अपने लोगों के साथ उन लोगों को बुला रहा है जिसके साथ वाचा बांधा गया है। इसका एक पहलू को हम देखते हैं जब यीशु मसीह ने अपने चेलों के साथ बैठकर एकत्र होते समय में, प्रभु मेज का स्थापना करते समय में प्रभु ने कहा था, वहां पर भी प्रभु एक वाचा प्रभु बांधकर एकत्र होकर ये मेरा रोटी है जो बहुतों के लिए पाप का छुटकारा के लिए मेरा शरीर तो टूटा जा रहा है, और ये लहू बहाया जा रहा है पाप का छुटकारा का दाम के लिए बोलकर, इस रीति से एक नया वाचा बांधूंगा करके प्रभु वहां पर वो मेज का स्थापना करते समय में प्रभु कहता है। അപ്പോൾ അവിടെ ഒരു ഉടമ്പടിയും ഉണ്ട്, ഒരു യാഗവും ഉണ്ട്. യാഗം കഴിച്ച് എന്നോട് നെയ്യും. അപ്പൊ എന്താണ് യാഗം, എന്താണ് ഉടമ്പടി? तो यहाँ पर हम पढ़ते समय में दो बातें हम देखते हैं कि एक तो है बलिदान या बलि चढ़ाया जा रहा है, और दूसरा है वाचा।
तो ये क्या है बलि करना और क्या है उसके वजह से वाचा? അപ്പൊ നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം യാഗമാക്കിയ ആ യാഗത്തെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. हमारा प्राण का छुटकारा के लिए जो मूल दाम पिता परमेश्वर ने पुत्र को बलि चढ़ाकर जो चढ़ाया है उसके विषय में ये कह रहा है। യശയാവിന്റെ പുസ്തകം 38-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ആ, വായിക്കുന്നു. ഹിസ്കിയ രാജാവ് താൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ദൈവം അവനെ സൗഖ്യമാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയമാണ് इजाया 38-ന്റെ 38 17-ാം വാക്യം. इजाया 38 का 17 पढ़ते समय में जब हिजकिय्याह राजा मृत्यु से बचकर बाहर निकला तो तब कहने वाला बात है ये। അവിടെ നമ്മൾ വായിക്കുന്നു, നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശത്തിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. वहां पर हम पढ़ते हैं कि क्योंकि मेरे सब पापों को तूने अपने पीठ पीछे फेंक दिया है करके, जिसकी वजह से तूने मेरा प्राण को नाश से तूने बचाया है करके, परंतु तूने स्नेह करके मुझे विनाश के गहराई से निकाला करके हम पढ़ते हैं। ഇപ്പൊ നമ്മൾ പാടുതേ ഉള്ളൂ, നമ്മുടെ സകല പാപങ്ങളും നമ്മുടെ ശാപങ്ങളും കർത്താവായ യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി ഏറ്റു. हमने अभी गीत गाते समय में गाया था कि प्रभु ने हमारा सारा पापों को और श्राप को छुड़ाने के लिए प्रभु बलि हुआ करके। അപ്പോൾ ഈ പാപവും ശാപവും എല്ലാം ക്രിസ്തു ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതാണ് യാഗം. അതാണ് യാഗം കഴിച്ച്. അപ്പോൾ നമ്മളല്ല യാഗം കഴിക്കുന്നത്, ദൈവം തന്റെ പുത്രനെയാണ് യാഗം കഴിക്കുന്നത്. പക്ഷെങ്കിൽ അത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതെന്താണ് എന്റെ നന്മ? എന്റെ സകല പാപങ്ങളും ക്ഷമിച്ചു കിട്ടുവാൻ, സകല ശാപങ്ങളും എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എനിക്ക് വേണ്ടി ക്രിസ്തു യാഗമായി തീർന്നിട്ട് ക്രിസ്തുവിന്റെ രക്തം ഒരു ഉടമ്പടിയായി കവനന്റായി നമുക്ക് മുമ്പിൽ ദൈവസന്നിധിയിൽ എപ്പോഴും ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് പ്രാർത്ഥനയ്ക്കാണെങ്കിലും ബൈബിൾ വായിക്കുമ്പോഴാണെങ്കിലും രഹസ്യ പ്രാർത്ഥനയിലാണെങ്കിലും സഭയായി കൂടി വരുമ്പോഴും ഈ ഉടമ്പടി കൂടാതെ ഒരു എൻട്രൻസ് ദൈവത്തിലേക്ക് കിട്ടത്തില്ല. നമ്മൾക്കതാണ് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായവരെ. അപ്പോൾ ദൈവം ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിയാണ് ദൈവം ഈ യാഗം കഴിച്ചത്. അതുകൊണ്ട് तो നമ്മൾ यहाँ അടുത്ത് വരുന്ന ഏത് സാഹചര്യത്തിലും, ഏത് നാം ആയിരിക്കുന്ന അന്തരീക്ഷം, നാം ആയിരിക്കുന്ന റൂമിലെല്ലാം ഒരു സാക്ഷ്യമുണ്ട്. കാരണം ദൈവം യാഗം കഴിച്ചപ്പോൾ സർവ്വഭൂമിയെയും ആകാശത്തെയും സാക്ഷി നിർത്തി ഒരു ഉടമ്പടി ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ദൈവത്തോട് അടുക്കുന്നത്, ഗാദറിംഗ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു ആന്തരിക പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കേണ്ടത് ആവശ്യം. तो प्रभु यीशु मसीह, जैसा आपने गीत गाते समय में मेरा सारा पापों को श्रापों के लिए प्रभु यीशु मसीह को अर्पण होना पड़ा करके, प्रभु यीशु मसीह ने मुझे बचाया करके हम देखते समय में किस रीति से वो बचाया है। उनको क्रूस पे अपना जान देना पड़ा। वो जान देना ही हमारे लिए वो बलि था, जिसके विषय में हम लोग भजन संगीता 50 में पढ़ते समय में हम देखते हैं कि बलि कर कर जिन्होंने बलि चढ़ाकर जो मेरे भक्त मेरे पास जो आए। तो ये बलि कौन चढ़ा रहा है? ये हम नहीं चढ़ा रहे, पर पिता परमेश्वर अपने पुत्र को क्रूस पर चढ़ाने का विषय को यहाँ पर कहा गया है, जो हमारे विषय में हम जैसे पापी और दोषी लोगों को श्राप से बचाने के लिए प्रभु ने जो बलि होना पड़ा, मृत्यु सहना पड़ा। इस मृत्यु को जब प्रभु सहते समय में, क्रूस पर मरते समय में जब उन्होंने लहू बहाया, वो लहू हमारे लिए लहू के द्वारा है प्रभु ने वाचा बांधा। तो वो लहू है जो सहायता हुआ, जिसके वजह से परमेश्वर हमारे साथ वाचा बांधकर हम प्रभु के लोग बन सके। तो ये कार्य करने के लिए है यीशु वहां पर क्रूस पर मरा, ताकि अपने लिए एक ऐसा लोग प्रजा वो तैयार करे, ऐसा लोग तैयार कर सके जो प्रभु का इस बलिदान के द्वारा वाचा में प्रवेश करे। ये बलिदान पाकर, बलिदान का अनुभव मिलकर, वाचा बांधा हुआ जिन जिन लोगों को उसका लाभ मिला है, वही लोग इकट्ठा हो सकते हैं, वही लोग एकत्र होकर प्रभु को धन्यवाद दे सकते हैं। तो ये लोगों को एकत्र किए हुए लोगों के विषय में है। वाक्य 4 में पढ़ते हैं कि इसके लिए प्रभु ने आकाश और पृथ्वी को साक्षी के रूप में बुलाया, ताकि उन लोगों को विषय में देख सके जिन्होंने प्रभु का बलिदान को देखकर, वाचा बांधकर, अनुभव करके एकत्र हुए लोग। ये है विश्वासी लोग प्रतिदिन अपने इस दुनिया में जब जीते समय में वो लोग ये अनुभव कर रहे हैं कि प्रभु ने किस रीति से हमारे लिए कार्य किया। वो अपना व्यक्तिगत जीवन में, बाइबल पढ़ने में, प्रार्थना में वो लोग ये अनुभव कर कर प्रभु को धन्यवाद दे रहे हैं कि प्रभु को ये इच्छा हुआ कि वो बलिदान वो हमारे लिए बलिदान चढ़ाकर वाचा बांधी।
അപ്പൊ ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. ദൈവം ആരെ കണ്ടാലും ആദ്യം ഒരു ഉടമ്പടിയിലേക്ക് അവരെ കൊണ്ടുവരുന്നു. നമ്മളെ परमेश्वर അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, അബ്രഹാമിക്ക് കവനന്റ് ഉണ്ട്. ദാവീദിനോടുള്ള ബന്ധത്തിലാണ്, എല്ലാവരോടുള്ള ബന്ധത്തിലും പഴയ നിയമത്തിൽ വ്യക്തിപരമായിട്ട് ഉടമ്പടി ചെയ്യും. പുതിയ നിയമത്തിൽ സഭയായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവരോടും ദൈവം ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ്. നമ്മള് അവന്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി തീർന്ന അവന്റെ മരണം. അപ്പൊ ആ മരണത്തിൽ तो രണ്ട് കാര്യം: ഒന്ന് യാഗമാണ്. ആ യാഗം നമ്മൾ അംഗീകരിച്ചപ്പോൾ നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കണം. അപ്പൊ ദൈവം എപ്പോഴും ഈ യാഗവും ഉടമ്പടിയും ഓർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ परमेश्वर जो ഹൃദയത്തിലും है ഈ രണ്ട് കാര്യം ഓർമ്മയായിട്ട് വരണം. അതാണ് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്ക് ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. അത് നമ്മളൊരു ഓർമ്മ കൂടാതെ, സെൻസേഷൻ കൂടാതെ വെറുതെ അങ്ങ് ഗാദറിങ് കൂടുകയല്ല. ഈ ഉടമ്പടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടും ഈ യാഗരക്തം നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടും നമുക്ക് എപ്പോഴും സ്വീകാര്യമുണ്ട്, അംഗീകാരമുണ്ട്. ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. കാരണം നമ്മളെക്കാൾ ശ്രേഷ്ഠമായ ഒരു വ്യക്തി മധ്യസ്ഥനായി നിന്നുകൊണ്ട് അവന്റെ യാഗവും അവന്റെ ഉടമ്പടിയും ദൈവസന്നിധിയിൽ വിലയേറുന്നതാണ്. परमेश्वर जो है वाचा का परमेश्वर है। हम जानते हैं कि हमेशा परमेश्वर वाचा बांधकर लोगों के साथ कार्य करता है। जैसे पुराने नियम में अब्राहम के साथ प्रभु वाचा बांधा, तो हर विश्वासियों से, जब भी व्यक्तियों से मिलते समय में, अयूब हो, मूसा हो, दाऊद हो, प्रभु हमेशा वाचा बांधकर था प्रभु कार्य करता था। और नए नियम में प्रभु ने क्या किया? प्रभु ने मंडली के साथ, कलीसिया के साथ वाचा बांधा। मंडली में हर एक नया जन्म पाए हुए विश्वासी लोग ये प्रभु का वाचा पाए हुए लोग हैं, वाचा का अनुभव किए हुए लोग हैं, जो प्रभु ने अपने पुत्र के द्वारा, उद्धार का कार्य के द्वारा लोगों के साथ किया। वो क्यों हुआ? क्योंकि वो बलिदान के द्वारा। तो ये बलिदान जो प्रभु ने किया हुआ है, वो लोग जब इस वाचा बांधा हुआ अनुभव में, जब प्रभु की उपस्थिति में आते समय में है, वो लोग याद करके धन्यवाद कर रहे हैं। इसलिए हम देखते हैं कि हफ्ते का पहला दिन जब हम एकत्र होते समय में प्रभु ने किया हुआ कार्य को स्मरण करने के लिए, मेरे याद में तुम लोग भाग लो करके जब प्रभु ने कहा, वो इस विषय में था। तो वो है, वो भक्तों को प्रभु ये इस विषय में बुला रहा है, वो स्मरण करने के लिए। അപ്പൊ ഇത് മറന്നു പോയിട്ട് അല്ലെങ്കിൽ ഈ യാഗവും ഈ കവനന്റും നമ്മളെ ഓർക്കാതെ വെറുതെ സിമ്പിളായിട്ട് നമ്മളെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവ സാന്നിധ്യത്തെ നമ്മൾ അലക്ഷ്യപ്പെടുത്തുകയാണ്. तो ये बात अगर हम भूल जाएंगे, तो जो प्रभु ने हमारे लिए किया हुआ बलिदान और हमारे साथ वाचा हुआ बलिदान, वाचा जो बांधा है, ये वाचा और बलिदान को अगर हम भूल रहे हैं, तो हम लोग एकत्र होते समय में परमेश्वर का उपस्थिति को हम लोग निंदित कर रहे हैं। അപ്പോൾ ഈ ഒരു ഉടമ്പടി കൂടാതെയും ഈ ഒരു നിയമം കൂടാതെയും അടുത്തു വന്ന ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വാണിംഗ് ആണ് നമ്മൾ യിരെമ്യാ പ്രവചനത്തിൽ അതിന്റെ 34 അധ്യായം 18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. हम लोग जरमाया 34 का 18 पढ़ते समय में परमेश्वर ने जब इजरायली लोगों को ये वाचा जो बांधा था वो भूल गया, तो उनके साथ क्या किया करके जो चेतावनी है वो हम पढ़ते हैं जरमाया 34। 18 हाँ, 18 में हम पढ़ते हैं। അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവെ നടന്നുകൊണ്ട് എന്റെ മുൻപാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിക്കുന്നവരെ. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ കാണുന്നത് അബ്രഹാമി ഉടമ്പടിയിലാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിന്റെ 10 വാക്യത്തിലുണ്ട്. ദൈവം അബ്രഹാമിന് ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു കാളയെ പിളർന്ന് കാളയുടെ നടുവിലൂടെ നടന്നുപോയി ഒരു ഉടമ്പടി ചെയ്ത് ദൈവവുമായി, ഇതാണ് യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്തവരായ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. तो यहाँ पर हम पढ़ते समय में इजरायलियों को प्रभु वाणी देते समय में वहां पर प्रभु कहता है कि जो बछड़े को दो भाग करके उसने दोनों भागों के बीच में होकर किया, परंतु वो पूरा ना किया ये लोगों ने। इसका ये एक छाया के रीति से हम लोग देखते हैं कि सबसे पहला प्रभु ने ये अब्राहम के साथ किया था। उत्पत्ति का पुस्तक में पढ़ते समय में वहां पर भी एक बछड़े को वध करके उसको बीच में से दो भाग करके बीच में से काट कर परमेश्वर उसके बीच में से प्रवेश कर कर बलि के द्वारा अब्राहम के साथ एक वाचा बांधा था, जिसके वजह से अब्राहम को परमेश्वर के निकट आने का भाग्य मिला। यही बात प्रभु वहां पर भजन संगीता में कहता है कि वो लोगों, वो भक्तों जो बलिदान चढ़ाकर वाचा बांधकर मेरे पास आए हुए लोग। അപ്പോൾ ആ ഉടമ്പടിയെ ലംഘിച്ച് അത് പവിത്രമായി കാണാതെ വെറുതെ ദൈവസന്നിധിയിൽ വരുന്നവരെ കുറിച്ചാണ്
അതിന്റെ 18-ാം വാക്യം, അവർക്ക് ആ പുരോഹിതന്മാരെയും ആ ജനത്തെയും അതിലെ പ്രവാചകന്മാരെയും എല്ലാം ഞാൻ നാശത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. കാരണം ദൈവമായിട്ട് ഉടമ്പടി അവർ ചെയ്യുന്നില്ല. അവർ ദൈവം ചെയ്ത ഉടമ്പടി, ക്രിസ്തു മരിച്ചതിന്റെ യാതൊരു യാഥാർത്ഥ്യവും ക്രൂശിന്റെ പ്രാധാന്യത അവർ മനസ്സിലാക്കുന്നില്ല. നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും, നിങ്ങളെ ये ഞാൻ ന്യായം वाचा, വിധിക്കും. ये जिनको प्रभु ने इज़राइल के साथ जब वाचा बांधते समय में वो वाचा का उल्लंघना करके या उस वाचा को मूल्य ना समझकर उसको आदर ना करने वाले यहूदी लोगों को, उस समय के याजक लोग, याजकीय सेवक को, और उस समय का जो महायाजक है, ये सभी लोगों को प्रभु क्या कहता है कि मैं तुमको पकड़ूंगा और मैं तुमको नाश में लेकर जाऊंगा करके, क्योंकि जो बलिदान मैंने किया है उसको तुमने आदर नहीं किया, जो बलिदान बलि तुम्हारे लिए वध हुआ है उसको तुम लोग आदर नहीं किया। അപ്പൊ ക്രൂശ് അവഗണിക്കുന്നവരുടെ അപകടം എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ക്രിസ്തു കഴിപ്പിച്ച യാഗത്തിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ വേറെ ഏതെങ്കിലും മനുഷ്യരുടെ പേരിലോ വ്യക്തിയുടെ പേരിലോ നമ്മളൊരു സമാജം പോലെയോ അല്ലെങ്കിൽ സഭയാന്ന് പറഞ്ഞാലും ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ അല്ല എങ്കിൽ ദൈവം അവരെ ശിക്ഷിക്കും. കാരണം ദൈവം നമ്മളെ ന്യായം വിധിച്ചതിന്റെ അടയാളമായിട്ട് ആകാശത്തെയും ഭൂമിയെയും വെച്ച് ദൈവം ഉടമ്പടി ചെയ്തത് നമ്മൾ ഓർക്കാതെ, അത് ചിന്തിക്കാതെ, അതാണ് ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇത് വളരെയധികം ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ इसलिए जो വായിക്കുകയാണ് एकत्र അതിന്റെ होते 19-ാം समय വാക്യത്തിൽ, में इसलिए जो एकत्र होते समय में लोग उस क्रूस का बलिदान को नए नियम में प्रभु ने किया हुआ बलिदान को उसको अलक्ष्य करता है या उसको योग्य नहीं समझता, उन लोगों के विषय में है प्रभु कहता है कि क्योंकि प्रभु का जो बलिदान था, यीशु मसीह जब क्रूस पर मरा, वो यीशु मसीह था जो बलिदान होकर क्रूस पर बलि होकर लहू बहाकर छुटकारा का दाम देकर था, मनुष्य को बचाया था। इसके लिए प्रभु अपने लोगों को क्या कहता है कि इसलिए मेरा मेरा याद में तुम लोग मुझे स्मरण करना, तुम्हारा एकत्र होना मेरा याद के लिए है। परंतु आज लोगों ने उस बात को हल्के में लेकर किसी व्यक्ति का नाम के द्वारा या कोई समाज बनाकर बाहरी रीति से कलीसिया है बोलकर लोग झूठा रीति से आराधना कर कर कलीसिया बनाकर मंडली बनाकर एकत्र होते हैं। നമ്മൾ ഒരു നമ്മളൊരു ഗ്യാതറിംഗ് ആയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യം ഓർക്കാതെ, അത് ഹൃദയത്തിൽ വഹിക്കാതെ, അതിനോട് ബന്ധപ്പെട്ടും കടപ്പെട്ടും ഇരിക്കേണ്ട നമ്മള്, അവിടെയാണ് നമ്മൾ അടുത്ത വാക്യോട് വായിക്കുന്നുണ്ട്. അതിന് 19-ാം വാക്യം, ആ പുരോഹിതന്മാരെ ആ ജനത്തെ എല്ലാം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. ആർക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? 20-ാം വാക്യത്തിലുണ്ട്. तो वो ऐसा एकत्र, जैसे एकत्र हो गया बोलने से फायदा नहीं है। एकत्र होने के बाद लोग क्या करना चाहिए? जिस प्रभु ने उनके लिए बलिदान हुआ, उस बलिदान किया हुआ प्रभु को स्मरण करना, याद करना है। वो है लोगों का एकत्र होने का उद्देश्य। कलीसिया में एकत्र होते समय में अगर प्रभु ने किया हुआ बलिदान को, क्रूस पे मरा हुआ कार्य को अगर स्मरण नहीं कर रहा, याद नहीं कर रहा, तो वो उस बलि को हम लोग बेइज्जत कर रहे हैं, उसको हम लोग निंदा कर रहे हैं। उसके विषय में है 19वां वाक्य में, वहां पर हम पढ़ते कि ऐसे लोगों ने, जिन जिन लोगों ने ऐसा ऐसा कार्य किया, वो लोगों का बात बोलकर, जो याजक लोग थे और उधर के लोग थे, उधर के जनता थे, उन सबको प्रभु ने क्या किया वाक्य 20 में कि मैं तुमको शत्रु के हाथ में सौंप दूंगा करके कहता है। അപ്പോൾ നമ്മുടെ പ്രാണന് വേണ്ടി യേശു ക്രിസ്തു പ്രാണനെ രക്ഷിക്കണം. നമ്മളെ നേരത്തെ യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിച്ചു, എന്റെ പാപങ്ങളെ പുറകിൽ എറിഞ്ഞു കളഞ്ഞ് എന്നെ നാശത്തിന്റെ കുഴിയിൽ നിന്നും എന്റെ പ്രാണനെ രക്ഷിച്ച ഓർമ്മയാണ്. അതാണ് നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോഴെല്ലാം ഓർക്കേണ്ടത്. അതിനാണ് യേശു യാഗം കഴിച്ചത്. ആ യാഗത്തിലാണ് ഉടമ്പടി ഇരിക്കുന്നത്. ഇത് രണ്ടും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, ദൈവത്തിൽ വരുമ്പോഴെല്ലാം മനസ്സ്, മൈൻഡ് റിന്യൂ ആയി ആരാധിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് അങ്ങനെ വരാനാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. जैसा आपने यशायाह 38 में पढ़ते समय में, मैंने मेरे लोगों का पाप को पीछे की ओर मैंने फेंक दिया है करके, अब प्रभु याद नहीं करता। ये बात को है विश्वासी लोग को एकत्र होते समय में प्रभु ने किया हुआ बलि को याद करें, जिसकी वजह से हमें पाप का छुटकारा मिला, हमें अधर्म से छुटकारा मिला। प्रभु अभी हमारा पापों का लेखा नहीं ले रहा है करके, क्यों? क्योंकि एक बलि हुआ है करके। ये बात याद करने के लिए है कलीसिया एकत्र हो रहे हैं, जिस और प्रभु को धन्यवाद देना चाहिए। इसके लिए तो प्रभु यीशु मसीह बलिदान हुआ और उस बलि के द्वारा हमारे साथ एक वाचा बांधा। तो ये बलि और वाचा है, हमेशा हम विश्वासी लोगों को याद करके स्मरण करते रहना है प्रभु के आगमन तक। അപ്പോൾ ഒരു പാപി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ നിന്ന ഏറ്റവും വലിയ ഒന്നാണ് രണ്ടാം മരണം, പാതാളം. അപ്പൊ അതിനെ ദൈവം യേശു ക്രിസ്തു വെല്ലുവിളിക്കുകയാണ്. നമ്മള് ഹോശേയ പ്രവചനം 13-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ,
हमारे सामने जो सबसे बड़ा शत्रु, जो आखिरी शत्रु है वो है मृत्यु। उस मृत्यु के विषय में भी प्रभु उनको सामने खड़े होकर उसको चेतावनी देता है हमारा प्रभु, जिसके विषय में हम लोग होशे 13 में हम पढ़ते समय में हम देखते हैं। അപ്പൊ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങി പോകണമെങ്കിൽ ഈ മരണം എങ്ങനെ നീങ്ങിപ്പോയി അതാണ് നമ്മൾ ഹോശയ 13:14 വായിക്കുന്നത്. तो हमारा अंतिम शत्रु जो मृत्यु है, वो मृत्यु कैसा हमारे सामने से हट गया। अभी मृत्यु हमारे ऊपर हावी नहीं हो सकता। हमने मृत्यु पर विजय पाने का कारण क्या है, उसका एक सबूत है। हम होशे 13 का 14 पढ़ते समय में वहां पर हम देखते हैं। ഞാൻ അവരെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും, മരണത്തിൽ നിന്ന് അവരെ ഞാൻ വിടുവിക്കും. ഏ മരണമേ നിന്റെ ബാധകൾ എവിടെ? ഏ പാതാളമേ നിന്റെ സംഹാരം എവിടെ എന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് മരണത്തെ ന്യായം വിധിക്കുന്നത് ഞാനാണ്, പാതാളത്തെ ശിക്ഷിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞാണ് ക്രിസ്തു ക്രൂശിൽ പാതാളത്തെയും മരണത്തെയും ജയിച്ചത്. वाक्य 14 पढ़ेंगे, 13 का। मैं उसको अधोलोक के वश से छुड़ा लूंगा और मृत्यु से उसको छुटकारा दूंगा। है मृत्यु तेरे मरने की शक्ति कहाँ रही? है अधोलोक तेरी नाश करने की शक्ति कहाँ रही? मैं फिर कभी नहीं पछताऊंगा। तो ये यहाँ पर प्रभु इस रीति से उनको उसको चेतावनी देकर बोल रहा है कि हे मृत्यु, मैं तेरा नाश हूँ, और हे अधोलोक मैं तेरा दंड हूँ, बोलकर प्रभु उल्टा मृत्यु और अधोलोक को उनको चुनौती देकर हमें मृत्यु का दशा से अवस्थे से हमें बचा रहा है। അപ്പം ഈ മരണത്തെയും പാതാളത്തെയും നമ്മുടെ മുമ്പിൽ നീക്കിയതിന്റെ രേഖയാണ് ഉടമ്പടി. അതെങ്ങനെ നീക്കി എന്നതാണ് ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ, യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നമ്മളെ വേർതിരിച്ചു, മരണത്തിൽ നിന്ന് വേർതിരിച്ചു, പാതാളത്തിൽ നിന്ന് വേർതിരിച്ചു, ദൈവം വിലയ്ക്ക് വാങ്ങി നമ്മളെ. तो ये मृत्यु से और अधोलोक से बचाने का सबूत है वो वाचा जो प्रभु ने हमसे बांधा। जो ये वाचा हमारे लिए सबूत बनकर, गवाह बनकर ये बताता है कि प्रभु ने मृत्यु और अधोलोक को हराया। और ये कैसा मुमकिन हुआ? उनका मृत्यु के द्वारा, जो वो बलिदान करने के द्वारा प्रभु ने ये हमको साबित करके ये बता दिया है, ये हमको मुमकिन करके देकर हमें मृत्यु और अधोलोक से बचाया। അപ്പൊ ഈ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്യാം. അപ്പൊ യാഗം കഴിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തു കഴിച്ച ശരീരയാഗത്തിന്റെ ഓർമ്മ ഹൃദയത്തിൽ വരുമ്പോൾ ആ ക്രിസ്തുവിനോട് കൂടെ ഞാനും അതെ ദൈവത്തിന്റെ ആളി തീർന്നു എന്നുള്ള അർത്ഥം അവിടെ നമുക്ക് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എബ്രായർ तो इसके लिए 13:20. बलिदान चढ़ाकर मेरे पास आए हुए लोग, वो लोग इस रीति से प्रभु ने किया हुआ उस बलिदान को वो लोग याद करके प्रभु के पास आ रहे हैं, जो जिसकी वजह से प्रभु ने क्या किया वो लोग समझ सके। तो जिसके विषय में इब्रानी को पुस्तक 13 अध्याय में हम पढ़ते हैं। 13:20 तो 13 का 20 में നിത്യ നിയമത്തിന്റെ രക്തത്താൽ. അപ്പം അവിടെ നമ്മൾ ആ ഉടമ്പടിയിൽ ഉള്ള രക്തം, ആ ഉടമ്പടി രക്തമെടുത്ത് ഉടമ്പടി ചെയ്യണം. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലും മോശ രക്തമെടുത്ത് പുസ്തകത്തിന്മേലും ജനത്തിന്മേലും തളിച്ച് ഉടമ്പടി ചെയ്തു. ഇതുപോലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ചെയ്ത ഉടമ്പടി നിത്യ നിയമത്തിന്റെ രക്തമാണ്. तो यहाँ पर सनातन वाचा का लहू के विषय में हम लोग पढ़ते हैं वाक्य 20 में। जैसे उदाहरण के लिए मूसा ने जब भी प्रभु पुराने नियम में वाचा बांधते समय में हमेशा लहू बहाकर था, वाचा बांधा था। जब मूसा को भी वो पुराने नियम का वाचा व्यवस्था को जब शुरुआत करते समय में वहां पर कहता है लहू बहाए बगैर, लहू बहाने के द्वारा ही था वो वाचा का स्थापना हुआ था। तो उसी रीति से नए नियम के लोगों को यीशु मसीह जब लहू बहाते समय में उस बहाने के वजह से वो वाचा का खासियत क्या है कि वो सनातन का या सर्वदा का हमेशा हमेशा टिकने वाला वाचा बन गया। उतना सामर्थ्य है उस लहू में। നമ്മുടെ പാപങ്ങളെയും ചുമന്നുകൊണ്ട് ക്രൂശിലേക്ക് പോയി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം ഇനി നമ്മളെ ശിക്ഷിക്കുകയില്ല എന്നുള്ള ഉടമ്പടി ആ ഉടമ്പടിയിൽ ദൈവം പങ്കുചേർന്നിരിക്കണം. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ആ ദൈവത്തിന്റെ കനിവും കൃപയും ദയയും സ്നേഹവും നമ്മളെ ഓർക്കുമ്പോൾ അതാണ് ആരാധനയായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത്. तो प्रभु ने हमारे पापों को उठाकर लेकर वो क्रूस पर गया और हमें छुटकारा दिया करके हमें उसे बचा लिया हमारे पापों से करके। ये बात है जब मंडली एकत्र होते समय में वो बात को याद करके धन्यवाद दे रहा है, जिसकी वजह से प्रभु को दुख उठाना पड़ा, वेदना कष्ट सहना पड़ा, ये सब बातें प्रभु को करना पड़ा, सहना पड़ा हमें बचाने के लिए। इसीलिए कलीसिया एकत्र होते समय में वो बात को याद करके प्रभु को धन्यवाद दे रहे हैं। നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നപ്പോൾ ഉടമ്പടി ഒന്നും ചെയ്യാതെ ദൈവത്തിന്റെ ന്യായവിധിക്ക് മാത്രം പാത്രമായി തീർന്നപ്പോൾ ദൈവം തന്നെ
നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മളുമായി ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അതായത് നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായം 5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്തിൽ നിന്ന് തകർന്നു മരിക്കും, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. അതാണ് ഉടമ്പടി. അപ്പോൾ जब എന്നെ हम ദൈവം शत्रु ही ശിക്ഷിക്കുകയില്ല थे എന്ന്. ആ जब हम लोग शत्रु ही थे तभी प्रभु हमारे लिए शत्रु ही रहते समय में हम लोग परमेश्वर के साथ हमारा कोई भी वाचा नहीं बांधा हुआ था। जब हम लोग गैर थे ऐसे समय पर प्रभु ने आकर हमें बचाकर, हमें वाचा बांधकर, हमें उस नरक का दलदल से हमें बचाकर हमें छुटकारा दिया। और वो कष्ट और विपत्ति वो सहा करके ऐसा 53 में भी पढ़ते समय में उसको चोट पहुंचा, उसको जो जो है अपराध का जो सजा है, घायल उसको, घायल उसको होना पड़ा। और हमें शांति के लिए जो ताड़ना था वो उसके ऊपर पड़ी, वो कोड़े का सजा उसने वो खाया। तो इस रीति से प्रभु ने था, हम जब निकम्मे थे उसी हालत में प्रभु ने हमसे वो बचाकर हमसे वाचा बांधा। അപ്പൊ ദൈവം ശത്രുക്കളായ നമ്മളോട് ദൈവം ഉടമ്പടി ചെയ്യുക, നീ ഇനി ശത്രുവല്ല. പുത്രന്റെ മരണത്തിലൂടെ നമ്മളെ നിരപ്പിച്ചിട്ട് പറയുകയാണ്, നീ ഇനി ശത്രുവല്ല, എന്റെ മകനാണ് എന്നുള്ള ദൈവത്തിന്റെ തീർപ്പാണ് ഈ ഉടമ്പടി. तो अभी प्रभु हम जब शत्रु ही थे तब यीशु मसीह ने आकर बलिदान होकर हमें बचाने के बाद अभी वो क्या कह रहा है, अभी तुम लोग शत्रु नहीं बल्कि अभी परमेश्वर के तुम लोग संतान हो चुके हो, मैंने तुमसे वाचा बांधा है बोलकर तुम्हें उस न्याय से तुम लोग बच गए हो करके ये बात प्रभु अपना उस बलिदान के द्वारा वाचा बांधकर कह रहा है। എന്നാൽ അത് വേണ്ടതുപോലെ റെൻഡർ മനസ്സിലാക്കാതെ, ആ ഒരു നിയമം കൂടാതെ, നമ്മള് 50 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ വായിച്ചു, നിയമം ചെയ്ത് എന്നോട് യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എന്റെ. അപ്പം അങ്ങനെ കൂടാതെ ദൈവസന്നിധി വന്നാലും നമ്മൾ ശിക്ഷ അനുഭവിക്കും. ആ ഒരു ക്രൂശീകരണത്തിന്റെയും മഹത്വം മനസ്സിലാക്കാതെ നമ്മള് വെളിപ്പാട് പുസ്തകം 14:10 ദൈവത്തിന്റെ കയ്യിൽ ഇപ്പോഴും ഒരു പാനപാത്രം ഉണ്ട്. परंतु जो कोई भी प्रभु ने किया हुआ उस बलिदान को सही रीति से स्मरण ना करके प्रभु ने, और उस वाचा बांधने का जो कार्य प्रभु ने जो किया हुआ बात को सही रीति से स्मरण ना करके, और ऐसे ही वो लोग एकत्र हो रहे हैं। जैसा हम भजन संगीता 50 का 5 में हमने पढ़ा कि हे मेरे भक्त जो मेरे पास एकत्र हो रहे हैं, वो बलिदान चढ़ाकर वाचा बांधे हुए लोग, वो लोग आना करके बोलते समय में इस रीति से अगर हम नहीं आ रहे हैं तो उसका दंड है प्रभु अपने लोगों के ऊपर वो करेगा। अगर हमने सही रीति से वाचा को याद नहीं किया, स्मरण नहीं किया या अयोग्य रीति से आया, तो उसका एक छोटा सा नमूना हम प्रकटीकरण का पुस्तक उसका 14:10 में पढ़ते समय में हम देखते हैं कि आज भी परमेश्वर के हाथों में वो प्रकोप का कटोरा हाथ में है करके, अभी भी है करके हम देखते हैं। 14:10 എന്താ വായിക്കുന്നത്? വെളിപ്പാട് പുസ്തകം, ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. 10 पढ़ना। വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം. അപ്പം നമ്മളെ അതിൽ വിടത്തില്ലെന്നുള്ള ദൈവത്തിന്റെ ഉറപ്പും ദൈവത്തിന്റെ പ്രവൃത്തിയുമാണ് യാഗവും ഉടമ്പടിയും. पढ़ना 10 पढ़ना। तो वह परमेश्वर का प्रकोप की नीरा मदिरा जो उसके क्रोध के कटोरे में डाली गई है पिएगा, और पवित्र स्वर्गदूतों के सामने और मेमने के सामने आग और गंधक की पीड़ा में पड़ेगा। तो ये आग और गंधक की पीड़ा में हम लोग नहीं जाएंगे करके ये कार्य करने के लिए है प्रभु यीशु मसीह हमारे लिए बलिदान हुआ और उस बलि के द्वारा हमारे से वाचा बांधा। ये बात है प्रभु अपने लोगों से मांग कर रहे हैं कि ये बात इस विषय में प्रभु जो किया हुआ कार्य को स्मरण करने के लिए। ഇത് ഈ പാനപാത്രം എടുത്തു മാറ്റാൻ ലോകത്തിൽ ആർക്കും, ഒരു മതത്തിനും കഴിയത്തില്ല, ഒരു പുരോഹിതനും കഴിയത്തില്ല, ഒരു ഡോക്ടറിനും കഴിയത്തില്ല, ആർക്കും കഴിയാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം, അത് പിന്നെയും പിന്നെയും നമ്മൾ ഓർക്കും തോറും നമ്മുടെ ഉള്ളിൽ നന്ദി വരുന്നതാണ്, ദൈവസന്നിധിയിൽ ആരാധനയായിട്ട് ധൂപമായിരുന്നത്. तो ये क्रोध का कटोरा जो मनुष्य जात के ऊपर था, जो जिसकी वजह से मनुष्य नरक में जाने वाले थे, इसको हटाने के लिए कोई भी हटा नहीं सकता है। ना ही कोई धर्म हटा सकता है, ना ही कोई डॉक्टर हटा सकता है, ना ही कोई पंडित इसे हटा सकता है। उतना बड़ा ये क्रोध का ये कटोरा जो मनुष्य से हटना असंभव था, उसको प्रभु यीशु मसीह ने उसको हटाकर हमें बचा लिया है करके, वो बात का धन्यवाद है। हम लोग आराधना में धन्यवाद का भेंट चढ़ाने के लिए आते हैं। അതാ കർത്താവ് പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന് മുമ്പിലേക്ക് വരാൻ കഴിയുകയില്ല. കാരണം നമുക്കും ദൈവത്തിന് മുമ്പേ ഒരു വലിയ ഒരു ന്യായവിധി കിടപ്പുണ്ട്. അത് ഒരു ക്രോധമദ്യമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യിലൊരു പാനപാത്രമുണ്ട്. तो इसके लिए കർത്താവ് प्रभु അത് कहता है, നമുക്ക് വേണ്ടി നമ്മൾ കുടിക്കേണ്ട ഈ അനുഭവം കർത്താവ് അത് പിതാവിൽ നിന്ന് വാങ്ങി കുടിച്ചു. അതാണ് നമ്മള് മത്തായി സുവിശേഷം 24:42 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ്.
प्रभु ने इसके लिए प्रभु ने क्या किया? वो प्रभु था जिसने हमारे हाथों जो क्रोध का कटोरा जो हमारे ऊपर था, वो प्रभु यीशु मसीह ने पी लिया। जब तक ये कटोरा हमारे सामने जब तक था, तब तक कोई भी परमेश्वर की उपस्थिति में नहीं पहुंच सकता था। इसलिए यीशु ने क्या कहा? मैं ही वो मार्ग और सत्य जीवन हूँ जिसके द्वारा तुम लोग पिता के पास पहुंच सकते हो। तो वो पहुंचने का जरिया या मार्ग जब प्रभु क्यों बन पाया? ताकि वो क्रोध का कटोरा जो हमारे और परमेश्वर के बीच में था, उसको प्रभु यीशु मसीह ने लेकर वो क्रोध को उसने पीकर हमें छुटकारा दे दिया। जो हम मत्ती का पुस्तक में भी उस विषय में हम पढ़ते हैं। 26:42 വായിക്കുകയാണ്. मैथ्यू 26 का 40 में हम पढ़ते हैं। കർത്താവ് രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ. അപ്പം കർത്താവ് അത് കുടിച്ച് നീക്കിക്കളഞ്ഞതിന്റെ രേഖയാണ് ആ ആ ആ യാഗവും ആ ഉടമ്പടിയും. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്യുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി അത് കുടിച്ച് അത് എന്നിൽ നീക്കിക്കളഞ്ഞു എന്നതിന്റെ രേഖ ദൈവസന്നിധിയിലുള്ളത് അവിശ്വസിക്കാതെ എപ്പോഴും അത് ഓർക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നവർക്കാണ് ദൈവവുമായിട്ടുള്ള സഹിത്വമുള്ളത്, അവരുമായി ദൈവവുമായിട്ടുള്ള ബന്ധം. ദൈവവുമായി അവരെപ്പോഴും സമാധാനത്തിലാണ്, സന്തോഷത്തിലാണ്, ദൈവവുമായി വൈരാഗ്യത്തിലല്ല, ശത്രുതയിലല്ല. उसका 39 पढ़ना। फिर वहां थोड़ा और आगे बढ़कर मुंह के बल गिरा और ये प्रार्थना करने लगा कि हे मेरे पिता, यदि हो सके तो यह कटोरा मुझसे टल जाए, तो भी जैसा मैं चाहता हूँ वैसा नहीं, परंतु जैसा तू चाहता है वैसा ही हो। तो और आगे 40। फिर चेलों के पास आकर उन्हें सोते पाया और पतरस से कहा, यह 42 पढ़ना। फिर उसने दूसरी बार जाकर यह प्रार्थना की कि हे मेरे पिता, यदि यह मेरे पिए बिना नहीं हट सकता तो तेरी इच्छा पूरी हो। तो वहां पर प्रभु का प्रार्थना देखो, यदि मेरे ये पिए बिना हट नहीं सकता, तो यानी कि ये कभी हटता है? परमेश्वर का क्रोध का कटोरा कब हटेगा? जब प्रभु यीशु मसीह जब तक उसे पिएगा नहीं तब तक वो हटेगा नहीं। तो वो क्यों हटा? क्योंकि प्रभु यीशु मसीह ने हमारे लिए पिया। ये बात को देखकर है प्रभु के लोग एकत्र होकर, प्रभु ने ये पीने की वजह से हमारे ऊपर से न्याय हट गया, जिसकी वजह से प्रभु को बलि होना पड़ा और उस बलि के द्वारा हमसे वाचा बांधा है करके ये बात स्मरण करके आने वाले लोगों को प्रभु के साथ एक खास रिश्ता और नाता बन जाता है। और उस खास ध्यान में है उन लोग प्रभु की उपस्थिति में आकर मनन करके प्रभु को धन्यवाद देते हैं। യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിനെ കുറിച്ച് ദൈവത്തോട് അടുത്ത് വരുന്നവരോട് യേശു പറയുകയാണ്. നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 43:24-25 വാക്യങ്ങൾ. യെശയ്യാവ് 43:24-25. इसाया 43 का 43 ने 24 and 25. 24-25 में जब पढ़ते समय में उधर हम पढ़ते हैं कि जो लोगों ने प्रभु का ये बलिदान को याद करके स्मरण करके आए हुए लोगों के विषय में वहां पर कहता है। पढ़ना 23 24 24 and 25. सॉरी 24-25। तू मेरे लिए सुगंधित नरकट रुपए से मोल नहीं लाया और न मेल बलियों की चर्बी से मुझे तृप्त किया, परंतु तूने अपने पापों के कारण मुझ पर बोझ लाद दिया है और अपने अधर्म के कामों से मुझे थका दिया है। मैं वही हूँ जो अपने നോക്കുക, नाम के നിന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ കഷ്ടപ്പെടുത്തി, तेरे पापों की നിന്റെ वजह से तुमने मुझे बोझ दिया। നിന്റെ അകൃത്യങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിച്ചു. हाँ, और तेरा अधर्म की वजह से मुझे थका दिया। അതുകൊണ്ട് ഞാൻ തന്നെ നിന്റെ അകൃത്യങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല. അതാണ് കർത്താവ് കഴിച്ച യാഗം, ശരീരയാഗത്തിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ. इसलिए प्रभु ने ही क्या किया? उन्होंने हमारे पापों को और अधर्म से बचाने के लिए प्रभु ने कार्य किया। तो वही है प्रभु का सबसे बड़ा कार्य, हमारे मनुष्य जात को बचाने के लिए प्रभु ने किया हुआ कार्य जो क्रूस में किया। അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കുടിക്കേണ്ട ആ കോപപാത്രം കുടിച്ചു എന്ന് വിശ്വസിച്ച് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മള് 116 സങ്കീർത്തനം അതിന്റെ 12-13 വാക്യങ്ങളിൽ പറയുന്ന ഒരു പാത്രമുണ്ട്. ആ പാത്രമാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഉയർത്തുന്നത്. तो जब प्रभु ने हमारे लिए किया हुआ उस बलि को जब हम लोग याद करते समय में देखकर आते समय में, भजन संगीता 116 का 116 12-13 उसका 12 और 13 में हम लोग पढ़ते समय में वहां पर एक कटोरे के बारे में हम पढ़ते हैं। वो कटोरे को हम लोग उठाकर प्रभु को धन्यवाद देते हैं। ആ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. അപ്പം ഈ വലിയ പ്രവർത്തനത്തിക്ക് അല്ലെങ്കിൽ ഈ ഉടമ്പടിക്കും ഈ യാഗത്തിന് ഞാൻ എന്താണ്, എനിക്കത് മനസ്സിലായി. ഞാൻ ഇനി എന്ത് അങ്ങോട്ട് കൊടുക്കും? ഒന്നും എനിക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയത്തില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം, അതാണ് ഞാൻ യഹോവയുടെ നാമം എടുത്ത് അവന് രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ അവന് നന്ദി പറയും.
तो प्रभु वहां पर इतना बड़ा कार्य करते समय में 116 का 12 में कहता है कि यहोवा मेरे मेरे लिए जो इतना बड़ा उपकार किया है उसके बदले में मैं क्या दूं। तो मतलब तो वो आराधना करने वाला व्यक्ति प्रभु का किया हुआ दया को समझकर उस उद्धार को और उस बलि को और उस वाचा को याद करके और वो दिल से भरकर वो बोल रहे कि अभी मैं क्या कर सकता, क्योंकि मेरे पास तो कुछ भी नहीं है। प्रभु ने मेरे लिए किया हुआ भलाई के बदले में दे सके, बस एक ही चीज कर सकता हूँ, वो है वाक्य 13 में जो कहता है कि मैं उस उद्धार का कटोरा को उठाकर यहोवा को मैं दंडवत करूंगा, प्रणाम प्रार्थना करूंगा और प्रणाम करूंगा। അപ്പോൾ നമ്മൾ കോൺഗ്രിഗേഷൻ ആയിട്ട് കൂടി വരുമ്പോൾ എല്ലാവരും അത് ഓർക്കേണ്ടതിന് മെമ്മോറിയൽ ആയിട്ട് നാം നുറുക്കുന്ന അപ്പം അല്ലെങ്കിൽ നാം നന്ദി പറയുന്ന പാനപാത്രം എന്ന് പറഞ്ഞ് ദൃശ്യമായ രീതിയിൽ ക്രിസ്തുവിന്റെ ആ യാഗത്തെയും ഉടമ്പടിയും ഓർക്കുകയാണ്. എന്നാൽ വ്യക്തിപരമായി നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് വ്യക്തിപരമായിട്ട് ഓർക്കണം. അത് ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണമാണ്. അത് യാഗം കഴിച്ച് നിയമം ചെയ്തിരിക്കുന്നു. ഇത് നന്ദിയോടെ ഓർക്കണം. അത് നമ്മള് അപ്പവും വീഞ്ഞും കൂടാതെ തന്നെ അല്ലെങ്കിൽ അത് കാണാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തോട് അടുത്ത് വരുമ്പോഴെല്ലാം. എന്നാൽ इसके ഈ लिए കാര്യത്തെ मंडली കുറിച്ച് അർത്ഥഗാംഭീര്യം കൂടാതെ ആരെങ്കിലും വന്നാൽ അവർ അപ്പവീഞ്ഞുകളിലേക്ക് നോക്കി വീണ്ടും അത് ഓർക്കണം, ധ്യാനിക്കണം, നന്ദി പറയണം. അതാണ് ദൃശ്യമായിട്ട് അപ്പവീഞ്ഞുകൾ വെച്ചിരിക്കുന്നത്. तो इसके लिए प्रभु ने कलीसिया में वो सुविधा रखा है कि भाई लोग जब एकत्र होते हैं समय में बल्कि कलीसिया मंडली एकत्र होते हैं समय में प्रभु ने किया हुआ बातों को एक यादगार के लिए उसको स्मरण करने के लिए प्रभु ने प्रभु मेज का स्थापना करके रखा है, जो खास रीति से हम अपने आंखों से हमारे सामने रखा हुआ एक मेज को हम देखकर उसमें रोटी और दाखरस को देखकर हम अपने आंखों के सामने से वो देखकर हम यादगार में वो स्मरण कर रहे हैं प्रभु ने किया हुआ कार्य को। वो हम लोग सब लोगों को एकत्र होकर हम देख रहे हैं, परंतु व्यक्तिगत रीति से जब हम लोग अपना पर्सनल टाइम में हम लोग अकेला रहते हैं समय में वो हमारा वो बातों वो हमारे चित्र हमारे हृदय में है, दिल में हम लोग सामने शारीरिक रीति से नहीं रखते बल्कि हम अपना मन में ध्यान करते हैं और मनन करते हैं प्रभु ने किया हुआ कार्य। ऐसा हर एक विश्वासी व्यक्तिगत रीति से प्रभु को मनन करके दंडवत करके और धन्यवाद देकर वो आ रहा है और स्मरण कर रहा है। अगर इतना भी अगर नहीं किया है तो कम से कम हफ्ते का पहले दिन में जब हम लोग आराधना में एकत्र होते हैं समय में कम से कम सामने रखा हुआ मेज को देखकर तो हमें सही बोध्य होकर सच्चा पश्चाताप से हमें वो देखकर मेज का भाग लेना है। പിതാവ് അന്വേഷിക്കുന്ന സത്യ നമസ്കാരികൾ ഇവരാണ് എന്ന് കർത്താവ് തന്നെ പറയുകയുണ്ടായി. पिता ऐसा सच्चा आराधना करने वालों को खोज रहा है करके यीशु ने ऐसा कहा। ലോകത്തിന്റെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തന്റെ പുത്രനെ യാഗമാക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കി ഞാൻ കർത്താവായി അവന്റെ പുത്രനെ യാഗമാക്കിയപ്പോൾ അവനോട് ഉടമ്പടി ചെയ്ത് ആ ആ അവനോട് ആ യാഗത്തെ യഥാർത്ഥമായി ഗ്രഹിച്ച് അവനോട് ഉടമ്പടി ചെയ്ത വിശുദ്ധന്മാരെ ഈ ഭൂമിയിലും സ്വർഗത്തിലും അവരെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഇന്ന് നമ്മള് വിവിധ ദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ കൂടുന്നെങ്കിലും കാഹളം ധ്വനിക്കുമ്പോൾ ഈ വിശുദ്ധന്മാരെല്ലാം മധ്യാകാശത്തിൽ കൂട്ടുന്ന കാര്യമാണ് അവിടെ കർത്താവ് പറയുന്നത്. तो इसके लिए वहां पर प्रभु आकाश के नीचे और भूमि के आकाश और भूमि के बीच में हमारे लिए जो क्रूस में वध हुआ उस कार्य को बताने के लिए है। प्रभु भजन संगीता 50 में हमने पढ़ा कि उसने आकाश और पृथ्वी को बुलाकर ये बात का वो गवाही दे रहे कि किस रीति से प्रभु अपने भक्तों को वहां पर एकत्र करेगा। तो प्रभु ने जब उस क्रूस का कार्य करते समय में जिन जिन लोगों ने उस पर विश्वास किया है वो सभी लोगों को प्रभु ने एक झुंड बनाकर एक प्रजा बनाकर रखा है, जिसमें से कुछ लोग अभी स्वर्ग में है और कुछ लोग अभी भी पृथ्वी पर है। तो ये दोनों भागों को क्यों बुलाया जा रहा है, पृथ्वी को और स्वर्ग को, ताकि जब तुरही फूकी जाएगी और जब रैप्चर का समय आएगा उस समय क्या होगा, वहां से सब जगह से प्रभु के विश्व भर के जो नयन जन्म पाए हुए जो सावित्री मंडली एक जगह पर एकत्र हो जाएगा जो मध्य आकाश में होगा। ये बात का गवाही देखने के लिए प्रभु आकाश और पृथ्वी को गवाही की रीति से पुकार रहा है। ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന വിശുദ്ധന്മാരെ അത് നമ്മൾ പരസ്പരം കണ്ടില്ലെങ്കിലും അതാത് സ്ഥലങ്ങളിൽ അവർ ഈ യാഥാർത്ഥ്യത്തെ യാഗം കഴിച്ച് നിയമം ചെയ്ത് ദൈവത്തിന്റെ ഉടമ്പടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അതെ മധ്യാകാശത്തിൽ വരാൻ അവരെ ഗ്യാദർ ചെയ്യുക. അതാണ് നമ്മൾ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും നമ്മുടെ ഗ്യാദറിങ്ങും, അപ്പം ഇവിടെ ഗ്യാദർ ചെയ്യുന്നത് എന്റെ അർത്ഥത്തിൽ ഈ 2 കാര്യം ഇല്ല എങ്കിൽ ആ മധ്യാകാശത്തിലുള്ള ഗ്യാദറിങ് എങ്ങനെ നടക്കും? അതുകൊണ്ടാണ് നമ്മൾ വളരെ സീരിയസ് ആയി ഈ കാര്യം മനസ്സിലാക്കണം. इसके लिए प्रियो प्रभु ने हमारे लिए क्रूस पे किया हुआ कार्य को
का बात को समझने के लिए है। प्रभु विश्वासी लोगों को अपने स्थानीय कलीसियाओं में वो लोग प्रभु का उस मेज के सामने वो लोग एकत्र होकर प्रभु को धन्यवाद करने आ रहे हैं, जिसके वजह से एक दिन क्या करेगा, एक दिन प्रभु उन सभी लोगों को जो अलग जगह पर सभी विश्वासी लोग अपने अपने स्थानीय मंडली में, भले ही वो लोग तितर बितर है, हम लोग ने उन सभी भाइयों को भूमि में देखा ना होगा, परंतु एक दिन ऐसा होगा कि हम सब अपने भाइयों को हम मध्य आकाश में हम लोग सब उठा लिए जाएंगे और हम लोग देखेंगे। तो वो बात के लिए है प्रभु सबसे बड़ा चाहत रखता है कि वो तुरही फूकने का दिन में जहां पर भाई लोग एकत्र हो गए, जिसके विषय में हम लोग दूसरा थिस्सलुनी 2:1 में पढ़ते समय में वहां पर पौलुस कहते समय में है, भाइयों अब हम प्रभु यीशु मसीह के आने और उसके पास अपने इकट्ठे होने, तो देखो इकट्ठा होने के विषय में, तो ये इकट्ठा होने वाले विषय के लोग कौन है? वो लोग हैं जिसने ये बलि को पहचान कर वाचा को समझे हुए लोग हैं। तो इसके लिए आज जब अपने स्थानीय मंडली में जब इकट्ठा होते समय में प्रभु ने हमारे लिए किया हुआ बलि और हमसे बांधा हुआ वाचा का सही अर्थ अगर हम नहीं समझेंगे, तो सावित्री दिन में जब सभी विश्वासियों को इकट्ठा करते समय में वो विश्वासी कैसा समझेगा फिर वो सब बातें जो प्रभु ने उसके लिए किया है? इसलिए आज प्रभु हमको वो समय दे रहा है, अवसर दे रहा है कि प्रभु ने किया हुआ कार्य को अच्छे रीति से समझकर मनन करके हम लोग प्रभु को धन्यवाद करें। ദൈവം പരസ്യമായിട്ട് പറയുകയാണ്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ മധ്യാകാശത്തിൽ കൂട്ടുവീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടി വരുമ്പോൾ ഈ അർത്ഥത്തിലല്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കുന്നത്? അപ്പോൾ प्रभु സ്ഥാനീയ സഭ കൂടി വരുന്നത് ഈ യാഗത്തിലും നമ്മള് 50-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ വായിച്ചതുപോലെ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ, അതിന് ആകാശവും ഭൂമിയും സാക്ഷിയാണ്. നമ്മൾ ആ അർത്ഥത്തിലാണ് കൂടി വന്നതെന്ന്. നമ്മൾ ഇരിക്കുന്ന റൂം, ക്ലാസ് റൂം എവിടെയാണ്, പുഴവക്കത്താണെങ്കിലും മരത്തിന്റെ കീഴിലാണെങ്കിലും ഇതൊരു സാക്ഷ്യമാണ്. നമ്മൾ കൂടി വന്നത് ഇതേ അർത്ഥത്തിലാണ്. നമുക്ക് താമസവിന റാപ്ചർ ഉണ്ടാവും, നമുക്ക് മധ്യാകാശത്തിൽ വെച്ച് കൂടാം. കർത്താവ് അതിന് അടിസ്ഥാനം ഇട്ടു. ആ അടിസ്ഥാനം മാറ്റാതെ, യേശു ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലല്ലാതെ വേറൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. നമുക്ക് അതിലേക്ക് നോക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. उसके लिए प्रिय प्रभु ने सबके सामने प्रभु पुकार पुकार कर बोल रहे कि हे मेरे भक्तों, जिसने मेरे साथ वाचा बांधा और बलिदान जिसके लिए मैंने बलिदान हुआ और बलिदान किया, उन लोगों के साथ मैंने वाचा बांधा हूं, उन सभी लोगों को मैं मध्य आकाश में बुलाऊंगा और मैं एकत्र करूंगा। वो सब लोग हम लोग एक दिन उस समय में एकत्र होंगे, परंतु उन लोग एकत्र होते समय में क्या आधार पर है? वो लोग प्रभु ने चढ़ाया हुआ बलिदान को स्मरण करते हुए और उस वाचा को याद करके है वो लोग एकत्र हो रहे। इसके लिए आज प्रभु ने अवसर दिया है। अगर वो आज ही अगर हम लोग याद नहीं करेंगे तो उस दिन कैसा हम लोग उसके आधार पर एकत्र होगा? इसलिए प्रभु ने हमें दुनिया में ये समय दिया है प्रभु को वो बात को याद करने के लिए। शायद हम लोग कोई 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 कमरे में हम लोग एकत्र होते रहेंगे, या कोई नदी के तट पर हम लोग रहेंगे, हमारा अवस्था परिस्थिति कैसा भी क्यों ना हो, लेकिन जब हम लोग प्रभु जब तुरही फूकी जाएगी, ललकार होगा, हम लोग सब लोग उठा लिए जाएंगे और तब सब लोग वहां पर एकत्र होकर प्रभु ने किया हुआ कार्य को देखकर मध्य आकाश में सभी लोग प्रभु का नया जन्म पाए हुए विश्वासी रहेगा। जिसकी वजह से प्रभु अभी भी उस समय में प्रभु क्या कर रहा है, आकाश और पृथ्वी को गवाही की रीति से पुकार कर बुलाएगा, देखो जिन लोगों को मैंने एकत्र किया है वे लोग आ गए हैं बोलकर। उसके लिए इस विषय അതുകൊണ്ട് को ലോക്കലായി हम अच्छे रीति से ये बात को समझकर प्रभु को धन्यवाद करें। ലോക്കലായി നമ്മൾ കൂടി വരുമ്പോഴെല്ലാം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. എന്റെ വരവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞ ഈ വാക്യത്തിന്റെ വിശദീകരണമാണ് നമ്മൾ ഇന്ന് ഒരിക്കൽ കൂടെ ചിന്തിപ്പാൻ കർത്താവിടയായി. तो प्रभु ने आज हमको सहायता किया कि स्थानीय रीति से जब भाई लोग एकत्र होते हैं समय में, जो प्रभु ने कहा कि मेरे वापस आने तक मेरे याद में तुम लोग एकत्र होकर इस मेज का भाग लेना करके, उस वाक्य को थोड़ा और गहराई से आज हमने देखा। കർത്താവ് നമ്മെ സഹായിക്കട്ടെ. इस विषय में प्रभु हम सबको सहायता करे। आमेन।